എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അച്ഛനോടും ഞാൻ കാല് പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് പേര് പറ്റിച്ചിട്ടാണ് പോണതെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നെ അത്രയ്ക്കും പറ്റിച്ചുകളഞ്ഞ ഈ കുടുംബം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചെന്നെ. എൻ്റെ അടുത്ത് ഇപ്പൊ ഈ ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് ഇവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് പ്രിയയും ഇവനും കൂടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇടപെടുന്നു എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിനോദ് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു എന്ന്. പിന്നെ ഞാൻ ഇന്നലെ ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ കൊടുത്തിരുന്ന ഒരു രൂപയുടെ സാധനം പോലും ഈ പ്രിയയുടെ ആൾക്കാരും അവിടെ വച്ചിട്ടില്ല. എല്ലാം ഇവരെടുത്തോണ്ട് പോയി. ഒരു ചായ കുടിക്കാൻ ഒരു കപ്പ് പോലും ആ വീട്ടിൽ വച്ചിട്ടില്ല. കടബാധ്യത അല്ല. കടബാധ്യത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തീർക്കാൻ പറ്റുന്ന കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് തടയിട്ടു എന്നതാണ് സത്യം. അവന് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ മരണം പേടിയുള്ളവനാണ്. ആ വീഡിയോ കണ്ടറിയാം, മരണം പേടിയുള്ളവനാണ്. മരിക്കില്ല, അവൻ ഒരിക്കലും മരിക്കില്ല. അത്രയും കപ്പാസിറ്റി ഉള്ളവനാണ് അവൻ. പക്ഷെ അവന് സഹിക്കുന്നതിലപ്പുറം ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അത് തന്നെയാണ് അവന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. അതായത് പ്രദീപ് എന്ന് പറയുന്ന യുവാവ് തന്റെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ മാതാവിൽ നിന്നുണ്ടായിട്ടുള്ള ക്രൂരതകൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു വെച്ച വീഡിയോ. ആ വീഡിയോ പുറത്തു വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ തന്റെ വീടിന്റെ പോർച്ചിൽ സൂയിസൈഡ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന് മുൻവശത്താണ്. ഇവിടെ പ്രദീപിന്റെ ചില സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ചേരുന്നുണ്ട്. പ്രദീപ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ വസ്തുത എന്താണ് എന്നാണ് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പേരെങ്ങനെയാണ്? ശശികുമാർ. ശശികുമാർ. ഇവിടെ എത്ര വർഷം? 8 വർഷമായി. ഇപ്പോ മുതലാളിയാണ് പ്രദീപ്. പ്രദീപ് പറഞ്ഞ കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം വസ്തുതാപരമാണ്? മാനസിക ബുദ്ധിമുട്ടുണ്ട് തന്നെ. മാനസിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് സംഭവിച്ചു, കടം കയറിപ്പോയി, തകർത്തു എന്നാണ് പറയാൻ. പിന്നെ എന്തോ ഇപ്പൊ രണ്ടാം വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ ആള് മാനസികമായിട്ട് തകർന്നു. ഇപ്പോ ഇവിടുന്ന് പലരും പറയുന്നത് കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഒരു കടബാധ്യത വരുന്നത്? കടം കുറച്ചുണ്ട്. പല കടക്കാർക്കൊക്കെ കുറച്ച് പൈസകൾ കൊടുക്കാനുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കടം വന്നതായിട്ട് എനിക്ക് വേറെ വലിയ കടങ്ങളായിട്ടുള്ള എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ബിസിനസ്സിൽ ലോസൊന്നുമല്ല. എല്ലാ ദിവസവും നല്ല രീതിയിൽ കച്ചവടമുണ്ട്. ഇതുമായിട്ട് നടത്തി കൊണ്ടുപോകുന്ന സ്റ്റാഫുകളൊക്കെയാണ് ഇവരൊക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം. വേറെ അങ്ങനെ ഒരു ഇതില്ല. ബിസിനസ്സിൽ ലോസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും. അല്ല, പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വിനോദം എന്ന് പറഞ്ഞ കക്ഷി എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നെന്നും വിനോദ് ഇങ്ങനെ പല കാര്യങ്ങളും ഇവന്റെ വൈഫ് ഹൗസിലുള്ള അവരോട് ഇവനെ കുറിച്ച് പല അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതും. അപ്പൊ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് അവനോട് സംസാരിച്ച് വന്ന് ഒരു കുടുംബജീവിതം തെറ്റിപ്പോവാൻ ഇതൊക്കെ മതി. അപ്പം പറഞ്ഞ് നമുക്ക് കാണാം. എൻ്റെ അടുത്ത് ഇപ്പൊ ഈ ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് ഇവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് പ്രിയയും ഇവനും കൂടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇടപെടുന്നു എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിനോദ് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നു. വിനോദും പ്രിയയും കൂടെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നാണ് അവൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആ വീഡിയോയിൽ. തീർച്ചയായിട്ടും. അല്ല, അവര് ഒരുപാട് പ്രാവശ്യം അതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് പ്രദീപ് കടയിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും രാത്രിയൊക്കെയാണ് വരുന്നത്. അവന്റെ അച്ഛനും, അതായത് പ്രിയയുടെ അച്ഛനും പ്രിയയുടെ അമ്മയും കൂടെ കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നും നാട്ടുകാരുടെ ഫ്രണ്ടില് അവനെ അതായത് അവന്റെ കുറ്റങ്ങൾ പറയുമെന്നും നിന്റെ കടയിൽ വന്ന് നിന്നെ നാറ്റിക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടുള്ളതായിട്ട് പ്രദീപ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലഹരി അങ്ങനെ മദ്യപിക്കാറുണ്ട് അവൻ. സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ മദ്യപിക്കാറുണ്ട്. അതിന്റെ പേരിൽ ഇതുവരെയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു കേസോ ഈ മദ്യപിച്ചോണ്ടോ അല്ലാതെയോ പ്രദീപിന് ഒരു കേസോ വഴക്കോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒരു 7-8 വർഷമായിട്ട് ഈ കട നടത്തുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു പ്രശ്നം പ്രദീപിന്റെ ഭാഗത്തുനിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത് അവര് രണ്ടുപേരുടെ ഇഷ്ടത്തോടെ നടത്തിയതാണ്. അവർ രണ്ടുപേരും കൂടെ സ്വയമേ എടുത്ത തീരുമാനമാണ്. പ്രിയയുടെ മാനസിക സമ്മർദ്ദം ഒരുപാടുണ്ടായിരുന്നു. പ്രിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ അവനൊരു വീട് വാങ്ങിയായിരുന്നു. അതിൽ പ്രിയയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രിയ കല്യാണം കഴിക്കുന്നതിന്. പിന്നെ ഞാൻ ഇന്നലെ ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ കൊടുത്തിരുന്ന ഒരു രൂപയുടെ സാധനം പോലും
ഈ പ്രിയയുടെ ആൾക്കാരും അവിടെ വച്ചിട്ടില്ല, എല്ലാം ഇവരെടുത്തോണ്ട് പോയി. ഒരു ചായ കുടിക്കാൻ ഒരു കപ്പ് പോലും ആ വീട്ടിൽ വച്ചിട്ടില്ല. ആകപ്പാടെ എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിലയിൽ ഇരിക്കുന്ന ഛായാചിത്രങ്ങൾ, അത് ഏണി വെച്ചേ കയറി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അത് അവിടെ ഇരിക്കുന്നത്. ബാക്കി 1 രൂപയുടെ സാധനം ഇവര് ഒരു പ്രസന്റേഷൻ കൊടുത്തതായിട്ട് എനിക്കറിയില്ല. ആ പാലയാച്ചിന് ഫുള്ള് ഉണ്ടായിരുന്നത് ഞാനാണ്. അപ്പൊ അവർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവന്റെ കൂട്ടുകാർ, ഞാനടക്കമുള്ള കൂട്ടുകാർ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരെടുത്തോണ്ട് പോയി. ഇയാൾ പറയുന്നത് പോലെ ജീവിതത്തിലുണ്ട് സമ്പാദിച്ചതെല്ലാം അവർ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് അടിസ്ഥാനം അതില് ഏകദേശം 90% അതിനകത്ത് ഇവർക്ക് പങ്കുണ്ട്. അതിനകത്ത് ഞാനൊരു 12 വർഷം കൊണ്ട് പുള്ളിയുടെ ജോലിയാണ്. ഈ കട തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാറ്ററിംഗിന്റെ വർക്കായിട്ട് പുള്ളിയായിട്ടാണ്. പുള്ളി ഈ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമാണ് പുള്ളി ഒരുവിധം ഞാൻ തകർന്നതും കടയിൽ വരാതിരിക്കുന്നതും. അങ്ങനെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ ഈ മരിക്കുന്നതിന്റെ തലേദിവസം പോയപ്പോഴും ഒരുവിധം വിഷമം പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതെനിക്ക് പറ്റുന്നില്ലടാ. അപ്പോൾ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. ഞാൻ ചേട്ടാ പോട്ടെ, നമുക്ക് കട ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പോയത് പോട്ടെ, ഇത് നല്ല എല്ലാം ഉണ്ടാക്കിയത് എല്ലാം പറഞ്ഞു. അപ്പോൾ അവരുടെ പറഞ്ഞാൽ എനിക്ക് സമാധാനം തരുന്നില്ലടാ, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയാം. എന്തെങ്കിലും ഉപദ്രവമൊന്നുമില്ല. അവര് ഫോൺ വിളിച്ച് ടോർച്ച് ചെയ്യക്കവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ്, എന്തോ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിവിടെ നൈറ്റ് കാറ്ററിംഗിന്റെ വർക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി നമ്മളെ വിളിക്കും, എടാ വീട്ടിലാരോ തട്ടിയിട്ട് പോയി, കാതിൽ തട്ടുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്നും. പുള്ളിക്ക് പേടിയാ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. പുള്ളി ഒരു 3-4 മാസമായിട്ട് കാലിലൊരു ഫ്രാക്ചർ പറ്റി കമ്പിയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും ആരുമില്ല വീട്ടിൽ. നമ്മൾ തന്നെയാണ്, ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് രാവിലെ പോയി നോക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും എല്ലാം നമ്മളാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രശ്നമായ കാര്യം, വീട്ടിൽ നിന്ന് എല്ലാ സാധനം എടുത്ത് പോയി. ഇപ്പോൾ ഇവിടുന്ന് ചായ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പാഴ്സൽ കവറിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ എന്ത് തോന്നണ്ട, എന്ത് ജീവിതത്തോടെ ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം പോയി നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എത്ര കാലം മുന്നേ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഈ ഒരു ആഴ്ചക്ക് മുമ്പായിട്ട്, ഒരാഴ്ച മുന്നേ ആ വീട്ടിൽ എല്ലാം എടുത്തിട്ട് പോയി. ചേട്ടാ വീട്ടില് ഒട്ടിക്കണോ ഉണ്ടാവും, പക്ഷെ ബോറടിക്കോ ടി വി കണ്ടുകൊണ്ട് ആ ടി വി പോലും എടുത്തിട്ട് പോയി. പിന്നെ അവിടെ രാത്രി ഫുഡ് നാനാ കൊണ്ടുപോകണം. രാത്രി 11 മണിക്ക് ഫുഡ് നാ കൊണ്ടുപോയി കടയിൽ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്നെ പിടിച്ച് കയറാം, ഒറ്റയ്ക്ക് ബോറടിക്കണം. പിന്നെ ഞാൻ ഇവിടെ 1/2 മണിക്കൂർ സംസാരിച്ചിട്ട് പിന്നെ റൂമിലോട്ട് പോകണം. അത്രയ്ക്ക് വിഷമമുണ്ട്. കടയിലെല്ലാം ഫുൾ ടൈം കടയിൽ വന്നിട്ട് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നിട്ട് വെള്ളക്കെല്ലാം കത്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കിയിട്ട് കടയിലായിട്ട് നടന്നുകൊണ്ട് പോകണം. ഇപ്പൊ 4-5 വർഷമായിട്ട് കടയിലേ വരില്ല. കടയിൽ വന്നാലും ഇങ്ങോട്ട് ഇരുന്നിട്ട് ഒരു 10 ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. എന്താ ഫുൾ ടൈം കടയിലുണ്ടാവും, എല്ലാ കാര്യം നോക്കിയിട്ടാണ് പോകും. ഈ കടയിൽ വന്നിട്ട് 6 വർഷമായി. പക്ഷെ ഇങ്ങനെ ഈ 3-4 മാസം ഭയങ്കര വിഷമമുണ്ടാവും. മരിക്കുന്ന ഒരു രാത്രി 6 മണിക്ക് എന്നെ വിളിച്ച് ചായ കൊണ്ടു കൊടുക്കാം. അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ചായ പാർസലാക്കിയിട്ട് എനിക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്നെ അനിയനെ പറഞ്ഞു വിട്ടു വണ്ടിയില്ല, ചായ കൊണ്ടു കൊടുക്കാം. രാത്രി വീണ്ടും അങ്ങേരെ വിളിച്ച് കാപ്പി കൊടുക്കാം, അങ്ങേരെ വീട്ടിൽ പോകും. അങ്ങേരെ പിന്നെ എന്നെ വിളിച്ച് ഫുഡ് കൊണ്ടു കൊടുക്കാം. ഡെയിലി രാത്രി തന്നെ പോകണം. എന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡ് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുത്തില്ല. പിന്നെ അനിയനെ ദോശ രസവട എല്ലാം കട്ടി കൊടുത്ത് അനിയനെ പറഞ്ഞു വിട്ടു ഫുഡ് കൊണ്ടു കൊടുക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് ചോദിച്ചാൽ എന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. എല്ലാം സംസാരിച്ചിട്ട് ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ രാത്രി എന്നെ അനിയൻ പോയതുകൊണ്ട് ഞാൻ രാത്രി പോയില്ല, നേരെ വീട്ടിൽ പോയി. രാവിലെ ഇങ്ങനെയൊക്കെ ആക്കി. രാവിലെ ആദ്യമായിട്ട് പുള്ളിക്കാരി എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പില് നമ്മളുടെ ഈ ഹോട്ടലിലെ ഒരു ഗ്രൂപ്പുണ്ട്. പുള്ളി 3 മണിക്ക് അങ്ങനെ അതിൽ മെസ്സേജ് ഇട്ട് ഇതെല്ലാം പാസ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ആ സമയം യാദൃശ്യമായിട്ടാണ് പുള്ളിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കായിരുന്നു, ഈ രാധാകൃഷ്ണന്റെ. ആ സമയത്ത് എണീറ്റപ്പോ ഫോണിലൊരു വെട്ടം പോലെ കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുള്ളി എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഉടനെ തന്നെ പുള്ളി അവിടെ എത്തുകയും നോക്കിയപ്പോഴത്തേക്കും ഈ സംഭവം കഴിഞ്ഞിരുന്നു. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പുള്ളി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളി ഇവിടെ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടുമേളിലാണ് പുള്ളി വന്നുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ഈ കടയെല്ലാം സെറ്റ് ചെയ്ത് ഇവിടുന്ന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയെക്കുറിച്ച് ഏതൊരു വിധ അനാവശ്യവും ഇതുവരെ ആരുടെ ഭാഗത്തൊന്നും പറയാനില്ല. കട നടത്തിക്കുന്നതുകൊണ്ട് ആയാലും ശരി, ഒരു മദ്യപാനോ അല്ലെങ്കിൽ ഒരു തൊഴിലാളികളോട് മോശമായിട്ട് പെരുമാറുകയോ ഒന്നുമില്ല. പുള്ളിക്ക് ഇപ്പോൾ ഈ പറ്റിയെന്ന് പറയുന്നത് ഈ വിവാഹത്തിന് ശേഷം ഉണ്ടായ ദുരവസ്ഥയാണ്. അത് കാരണം സാമ്പത്തികം എന്ന് പറയുന്ന പുള്ളി എടുത്ത് ചെലവാക്കിയതല്ല. പുള്ളി ഒരു വീട് വാങ്ങി, 60-65 ലക്ഷം രൂപ കൊടുത്തൊരു വീട് വാങ്ങി. വിവാഹത്തിന് മുന്നേ
ആ കുട്ടിയുടെ പേര് കൂടെ വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അത് വീഡിയോ അത് വിറ്റാൽ പോലും പുള്ളിക്ക് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ KSFE-യിൽ കുറച്ച് ചിട്ടിയുണ്ട്, അത് ഡെപ്പോസിറ്റ് ആക്കി ഇട്ടിരിക്കുന്നു. ഇതൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോയി. പിന്നെ പുള്ളി കുറച്ച് ഗോൾഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ റെസീറ്റോ ഒരു സാധനമോ കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട് ഫുള്ളായിട്ട് നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരുപാട് പ്രസന്റേഷൻ അവിടെ കൊണ്ടു കൊടുത്തു. 25-ാം തീയതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 25-ാം തീയതി എൻ്റെ മകളുടെ ഒരു കല്യാണമാണ്. ആ ദിവസം തിരഞ്ഞെടുത്താണ് ഇവര് ആൾക്കാരെ കൊണ്ടുപോയി കംപ്ലീറ്റ് സാധനം അവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിലാണ് പുള്ളി മാനസികമായിട്ട് തകർന്നു പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കടബാധ്യത ഒന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് വീട്ടാനുള്ള എല്ലാ കഴിവും പുള്ളിക്കുണ്ട്. പുള്ളി ഒന്നുമില്ലാതെ ഈ സ്ഥാപനത്തിൽ വന്നതാണ്, ഇത്രയും സെറ്റപ്പ് ആയതാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഒരു വണ്ടി മാർവാടി പോലെ ഡെയിലി 6,000 രൂപ അല്ലെ 6,000 രൂപ പലിശയ്ക്ക് എന്തോ ബുള്ളറ്റ് ഇതെല്ലാം വാങ്ങിച്ച് ഈ പുള്ളിയുടെ അവസരം മുതലാക്കി എല്ലാ പേരും പുള്ളിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടയിലോ ബാധ്യതയോ കടക്കാർക്ക് വേറെ കൊടുക്കാനോ അങ്ങനെ ഒന്നുമില്ല. കടയെല്ലാം നല്ല രീതിയിൽ ഇവരെല്ലാ പേരും ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കടബാധ്യതയായിരുന്നില്ല പ്രശ്നം. കടബാധ്യത അല്ല, കടബാധ്യത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തീർക്കാൻ പറ്റുന്ന കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ തടയിട്ടു എന്നതാണ് സത്യം. അതിനെ തടയിട്ടു എന്ന് പറയുന്നത് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അവരോട് സഹകരിച്ചിരുന്നുണ്ടെങ്കിൽ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ പുള്ളിയുടെ എല്ലാ ബാധ്യതയും തീരും, യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ആ പുള്ളി ആ രണ്ട് മാസം വരെ കാലിൽ ഒരു സ്ക്രാച്ച് ആയിട്ട് കിടന്ന് വലിയ ബുദ്ധിമുട്ടിൽ കിടന്നപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം പോലും അവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനോ അവരുടെ സഹകരിക്കാനോ ഒന്നുമില്ലായിരുന്നു. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, സുഹൃത്തിന്റെ വൈഫൊക്കെയാണ് അവിടെ ഈ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത്. എല്ലാ ദിവസവും പുള്ളിയെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ കുറച്ച് പേരെല്ലാം അവനെ സമാധാനിപ്പിച്ചെങ്കിലും പക്ഷെ അവന്റെ മാനസികാവസ്ഥ വേറെ ലെവലിലോട്ട് അവർ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൻ ചെയ്തത്. അല്ല ഒരിക്കലും അവന് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ മരണം പേടിയുള്ളവനാണ്. ആ വീഡിയോ കണ്ടറിയാം, മരണം പേടിയുള്ളവനാണ്. മരിക്കില്ല, അവൻ ഒരിക്കലും മരിക്കില്ല, അത്രയും കപ്പാസിറ്റി ഉള്ളവനാണ് അവൻ. പക്ഷെ അവന് സഹിക്കുന്നതിലപ്പുറം ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അത് തന്നെയാണ് അവന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. എനിക്കറിയാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് പ്രദീപ് ഇവിടെ വന്ന് ഈ ഹോട്ടലൊക്കെ ഇട്ട കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ കാരണം ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്നവന്റെ വൈഫായിരുന്ന കുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യം മരണമൊഴിയായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീഡിയോ എടുത്തിട്ടാണ് ചെയ്തത്. പ്രദീപിന് ഇങ്ങനെ ഈ കുട്ടിയുടെയും ഇയാളുടെയും രണ്ടാം വിവാഹങ്ങളാണ്. ഈ കുട്ടി ആദ്യം വിവാഹം കഴിച്ചാണ്, ഇപ്പൊ എന്നിട്ട് പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ആവുമ്പോഴാണ് ഈ കുട്ടിയില് ഒരു വർഷം ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് നടക്കുന്നത്. അല്ല 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 അത് ശരിയല്ല, അത് ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല. 100-110% ശരിയല്ല. കാരണം ഞാൻ പറയാം, ഈ സ്വർണം 1 പവന 2 പവന 5 പവന 10 പവന കൊടുത്താൽ അത് വേറെ, വീട്ടിൽ സാധനം എടുത്താണ്. ഈ വീട് പോലും വാങ്ങിയത് 50-50 പൈസക്കാണ് വാങ്ങിയത്. താമസം ഇയാള് സൂയിസൈഡ് ചെയ്ത സ്ഥലത്ത് 50% പൈസ നിങ്ങൾ വിട്ടു, 50% പൈസ അയാൾ വിട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതില് ഇതാ വരുന്ന വിവാഹം നടത്തി കൊടുക്കാൻ കൂടെ നിന്ന ആളാണ് ഇവര് ഉള്ളത്. അപ്പൊ ഇതില് യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാന്നുള്ള സത്യം. ഇത് പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന ഒരു പിന്നീട് ഒരു കാറ് പണയം വെച്ച് അതൊന്നും ഈ പ്രിയ എന്ന് പറയുന്ന കുട്ടി മനസ്സാവാതെ അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഈ 1 കോടി രൂപയോളം എന്തായാലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയൊന്നും ഇയാൾക്ക് ഒരുപാട് കടം. അല്ലല്ല, വീട്ടിൽ വീണ് കാലൊന്നും ഓടിയൊക്കെ ചെയ്തായിരുന്നു. അവര് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ മാനസികമായിട്ടൊക്കെ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിപ്പോയി. ഈ കുട്ടിയുടെ എന്തോ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് പണയം വെച്ചിട്ട് അവ എടുത്ത് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ അച്ഛൻ തന്നെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഏക ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായതാണ്. ഇല്ല, അടിസ്ഥാനമില്ല എന്നുള്ളതല്ല. അതിൽ പകുതി കാര്യങ്ങൾ ശരിയും പകുതി ശരിയല്ല. ഈ സാമ്പത്തിക ഇടപാടിൽ പ്രിയ എന്ന് പറയുന്ന ഒരാൾ ഈ 1 കോടി രൂപ അവരുമായിട്ട് ബന്ധപ്പെട്ടല്ല പോയത്, അല്ലാതുള്ള കടമാണ്. ഇതോ വന്നിരിക്കുന്ന ഒരു ഇയാൾക്ക് ഈ ഹോട്ടലിലേക്ക് പൈസ വാങ്ങിയ 4 ലക്ഷം രൂപയോളം കടം കൊടുക്കാനുള്ളവരൊക്കെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. മരണശേഷം സംസാരിക്കാൻ അവരാരും ഫോൺ എടുത്തില്ല. അവരുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ സംസാരിച്ചു. അവരൊക്കെ പറയുന്നതെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നല്ലേ, അവന്റെ പോക്ക് ഇത് ശരിയല്ലാത്തതുണ്ടെന്ന് പറയുന്നു.
അത് സത്യമാണ്. അയാളുടെ ഫോട്ടോ ആണെങ്കിൽ കാണിച്ചത്. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? സത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളൊരു ചാനൽ ചെയ്യുമ്പോഴത് അയാളുടെ ഈ കുട്ടിയുടെ ബ്രദറും കുടുംബക്കാരും ഒക്കെ നമ്മളെ ബന്ധമാണ്. നമ്മളെങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് മോശം പറയും? അതുകൊണ്ട് പറയുന്നില്ല, അത് ചാനലിൽ വരുന്നില്ല. നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണെങ്കിൽ സത്യമായിട്ട് പറയാം. അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറ്റില്ല. അലിഗേഷൻസ് ആർക്കും ആരെക്കുറിച്ചും പറയാം. നമുക്കൊരു ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്സ്. നമ്മുടെ തെളിവുകൾ പെൺകുട്ടിയെ കുറിച്ചാകുമ്പോൾ ഒരു തെളിവില്ലാതെ നമ്മൾ അത് നമുക്ക് തെളിവ് വേണ്ടേ? ഇയാൾ പറയുന്ന അലിഗേഷൻസ് ശ്രദ്ധിച്ച് കേട്ടോണം. ഇയാൾ പറയുന്ന അലിഗേഷൻസ് നാട്ടുകാർ ശരിയെന്ന് പറയുന്നു. അത്ര ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് ഒരു കുട്ടിയെ കുറിച്ച് പറയാൻ